ചില റാത്തീബുകളിൽ ഹു ഹു അല്ലാ ഹാ ഹു എന്നൊക്കെ പറഞ്ഞിട്ട് ദിക്റുകളുണ്ട്. യഥാർത്ഥത്തിൽ വിവരമില്ലാത്തതിന്റെ പേരിൽ പല ആളുകളും അതിനെ തെറ്റിദ്ധരിക്കുകയോ കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. വലിയ അപകടം സൃഷ്ടിക്കും ആ കളിയാക്കല്. തനിക്ക് വിവരമില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും വിവരമില്ല എന്ന് വരില്ലല്ലോ. വിവരമുള്ള ആളുകളുണ്ടല്ലോ, അവരോട് അന്വേഷിച്ചിട്ട് അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടേ അതിനെ വിമർശിക്കാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിൽ വളരെ പ്രധാനിയാണ് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസ വചനശാസ്ത്രങ്ങളിലൊക്കെ അഗ്രഗണ്യനാണ് അല്ലാമ ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. മഹാനവർകളുടെ തഫ്സീർ കബീറിൽ ഇതിനെ സംബന്ധിച്ച് ഒരു അധ്യായം തന്നെ മഹാനവർകൾ കൊടുത്തിട്ടുണ്ട്. അൽ ഫസ്ലു താസിഉ ഫിൽ അസ്മാഇൽ ആസിലത്തി ലില്ലാഹി തആല മിൻ ബാബിൽ അസ്മാഇൽ മുദമറ. ലമീർ ബഹുത്വത്തിൽ ഉപയോഗിക്കപ്പെടുന്ന സർവനാമങ്ങളിൽ അള്ളാഹുവിന് അതിലും പേരുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവകൾ പറയുന്ന അന അൻത ഹു എന്നൊക്കെ അള്ളാഹുവിന്റെ സർവനാമങ്ങളിൽപ്പെട്ടതാണെന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിന് ആയത്ത് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. ത്വാഹ എന്ന് പറയുന്ന സൂറത്തിന്റെ 14-ാമത്തെ വാക്കാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. ഉണ്ടോ അന എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരാൾ അന അന എന്ന് ഇത് ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലിയാൽ അതൊരു ദിക്റാണ്, അള്ളാഹുവിന്റെ പേരാണത്. അതുപോലെ തന്നെ അൻത എന്ന് പറയുന്ന വാദമുണ്ട്. ഫനാദാ ഫിൽ ദുലുമാത്തി അല്ലാ ഇലാഹ ഇല്ലാ അൻത. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിന്റെ ആഴിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത. അൻത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സർവനാമമാണ്. അപ്പൊ ആ നിലക്ക് അതൊരു ദിക്റിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹു. ഹു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദിക്റാണ്. അതുപോലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു എന്ന് ദിക്റാണ്. അപ്പൊ ആ നിലക്ക് ഹു എന്ന് പറയുന്ന ദിക്റിന് വലിയ അസ്റാറുകളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വയലം നീ അറിയണം അന്ന ലഫ്ല ഹു ഹു എന്നുള്ള ലഫ്ല് ഫീഹി അസ്റാറുൻ അജീബ വഅഹ്വാലുൻ ആലിയ. വളരെ അത്ഭുതകരമായ രഹസ്യങ്ങളുടെ സങ്കേത കലവറയാണ് ഹു എന്ന് പറയുന്ന ദിക്ർ. ഫബഅദുഹാ യുംകിനു ശറഉഹു വബഅദുഹാ ലാ യുംകിനു. അതിന്റെ വ്യാഖ്യാനങ്ങൾ ചിലതൊന്നും പറയാൻ സാധ്യമല്ല, അതിന് മാത്രം വലിയ വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇല്ലാ അന്നി കുല്ലമാ ഉഖാബിലു തിൽക്കൽ കലിമാത്തിൽ മക്തൂബത്തി ബിമാ അജിദുഹു ഫിൽ ഖൽബി മിനൽ ബഹജത്തി വസ്സആദത്തി ഇൻദ ദിക്രി കലിമത്തി ഹു. ഞാൻ ഹു എന്ന കലിമത്ത് പറയുമ്പോ എനിക്ക് എന്തെന്നില്ലാത്ത വലിയ ആത്മീയമായ എന്തോ ഒരു പവർ ലഭിക്കുന്നത് പോലെ എന്ന് ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. മാത്രമല്ല വഇൻദ ഹാദാ അറഫ്തു അന്ന ലിഹാദിഹിൽ കലിമ തഅസീറൻ അജീബൻ ഫിൽ ഖൽബിന. മനുഷ്യന്റെ മനസ്സിന് ശക്തമായ സ്വാധീനം ചെലുത്താൻ ഹു എന്ന് പറയുന്ന ആ വാചകത്തിന് കഴിയും എന്ന് ബഹുമാനപ്പെട്ടവര് തുടർന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ലാ യസിലുൽ ബയാനു ഇലൈ. അത് അനുഭവം ചിലതൊന്നും വിശദീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന് തുടർന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. വലാ യന്തഹി ശറഉ ഇലൈഹി എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ 121, 24 വരികളിൽ അന്നൽ അബ്ദ ബത്താ ദക്കറല്ലാഹു ബിശൈഇൻ മിൻ സിഫാത്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം മഹാനവർ പറയുന്നു, അള്ളാഹുവിന്റെ സ്മരണയുടെ പ്രകാശം തന്നെ ഹു എന്ന് പറയുന്ന ദിക്ർ കൊണ്ട് കൽബിൽ നിറഞ്ഞു പോകും. അതുകൊണ്ട് അത് പതിവാക്കണം. ഫല ജറമകാന ഹാദ ദിക്ർ അഷ്റഫൽ അദ്കാരി ലാകിൻ ബിശർത്തി തംബീഹി ലിഹാദിഹിൽ അസ്റാർ. ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരാൾ ഹാ ഹു ഹി എന്ന ദിക്ർ ഇല്ലാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അത് മുഖേന ഉണ്ടാകും എന്നൊക്കെ ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ മഹാജ്ഞാനികളായ വലിയ വലിയ പണ്ഡിതന്മാര് അതുപോലെ തന്നെ ഔലിയാക്കള് ജനങ്ങളുടെ മാനസിക സംസ്കരണത്തിനും അവരുടെ അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിനൊക്കെ വേണ്ടി അവര് ഉണ്ടാക്കി സജ്ജീകരിച്ച് സംവിധാനിച്ചതാണ് ഈ റാത്തീബുകളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളത് ചെല്ലുമ്പോ മൻ തശബ്ബഹ ബി ഖൗമി ഫഹുവ മിൻഹും. നമ്മളത്ര വലിയ നല്ല ആളുകളൊന്നും അല്ല എങ്കിലും മൻ തശബ്ബഹ ബി ഖൗമി ഫഹുവ മിൻഹും എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. ഒരാൾ നല്ലവരോട് ചാരിയാൽ ചാരിയത് മണക്കുന്നതാണ്. നല്ലവര് ചൊല്ലിയതും നല്ലവർ പതിവാക്കിയതും നമ്മളും പതിവാക്കുമ്പോ അതിന്റെയൊക്കെ ഒരു ബർക്കത്ത് നമുക്കും കിട്ടും. അതാണ് തബറുക്കൻ വ തശബ്ബുഅൻ. നമ്മളത് ചെല്ലുന്നത് തബറുക്ക് എന്നുള്ള നിലക്കാണ്. നമ്മൾ ആ ത്വരീഖത്തിന്റെ മുരീദ് എന്നുള്ള നിലക്കല്ല. കാരണം നമുക്ക് ആ ത്വരീഖത്ത് ആവാനോ ത്വരീഖത്തിന്റെ മുരീദാനോ കഴിവില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അത് നിലനിർത്തിക്കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു നേതാവിന്റെ സമ്മതപ്രകാരം ബർക്കത്തിന് വേണ്ടി നമ്മളും അത് പതിവാക്കി ആ ദിക്റുകളും
സമ്മതങ്ങളും ആ റാത്തീബുകളൊക്കെ പതിവാക്കിയാൽ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്കും അള്ളാഹു തആല നൽകും. അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോയ കാപ്പാട് അവർകള് ഈ റാത്തീബുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് അതിന്റെ വിഷയങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അള്ളാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലെ അവർക്ക് അതിന്റെ സമ്മതപ്രകാരം ഇങ്ങനെ അവര് ഈ റാത്തീബ് നടത്തുമ്പോൾ തന്നെ അതിലൊരാളുണ്ടാവും സമ്മതം കൊടുക്കണം. തേനീച്ചകളുടെ റാണി പോലെ എന്നുള്ളതാണ്. ആ ഒരാള് ആ സമ്മതമുള്ള ആളുണ്ടായാൽ മതി. ബാക്കിയുള്ളവർ ചിലപ്പോൾ അത്ര വിശുദ്ധിയുള്ള ആളുകളൊന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ ഒരാളുടെ പാരമ്പര്യമായിട്ട് സമ്മതം കിട്ടിയ ഒരാളുടെ സമ്മതം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്നും നടത്താം. അതാണ് ചിലവരൊക്കെ ഇത് നടത്തുന്ന ചെറുപ്പക്കാരൊന്നും നിസ്കരിക്കണ കാണുന്നില്ലല്ലോ, അവരൊക്കെ ഒന്നും പക്ഷെ ഓല കറാമത്തല്ല ഇത്. ഈ സമ്മതം കിട്ടിയ ആൾക്ക് ആരിൽ നിന്നാണ് സമ്മതം കിട്ടിയത് അവരുടെ പാരമ്പര്യമായിട്ട് അങ്ങനെ പോയിട്ട് ആ തലയിൽ ചങ്ങല ഇളകും ഇവിടെ സമ്മതം കൊടുക്കുമ്പോൾ. അപ്പൊ അവിടുത്തെ കറാമത്ത് ഇവിടെ പ്രകടമാകുകയാണ് ഈ സംഭവം. അതാണ് യഥാർത്ഥത്തിൽ ഈ റാത്തീബിലൂടെ ഒക്കെ നടക്കുന്നത്. അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അർഹമായ